100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. മുൻ വർഷങ്ങളിൽ ചാഴിയോട് ചെങ്കോട് പ്രദേശങ്ങളുടെ കുടിവെള്ളത്തിനും ജലസമൃദ്ധിക്കും കാരണമായിരുന്ന ചാഴിയോട് VCB ഇപ്പോൾ പൂർണ്ണമായും വറ്റി. VCBയുടെ ഷട്ടറുകൾ തകർന്നതാണ് വെള്ളം സംഭരിക്കാതിരിക്കാൻ കാരണം. കേടുവന്ന ഷട്ടറുകൾ മാറ്റി പുതിയത് നിർമ്മിക്കുന്ന പ്രവൃത്തി വൈകിയതോടെ VCB നോക്കുകുത്തിയായി മാറി. ചാഴിയോട് VCBയുടെ ഷട്ടറുകൾ നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുകയും പ്രവൃത്തി തുടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ പുഴയിലെ വെള്ളം വറ്റി തുടങ്ങിയിട്ടാണ് പ്രവൃത്തി ആരംഭിച്ചത്. അധികൃതരുടെ അനാസ്ഥ കാരണം യഥാസമയം തടയണയുടെ ഷട്ടർ സ്ഥാപിക്കാത്തതാണ് തടയണ വറ്റിവരളാൻ കാരണമായത്. ചാഴിയോട് പുഴയുടെ ഇന്നത്തെ അവസ്ഥ, വർഷങ്ങളായിക്കൊണ്ട് കൃത്യമായ സമയത്ത് അതിന് ഷട്ടറിട്ട് ജലസമൃദ്ധിയാൽ നിറഞ്ഞൊഴുകിയിരുന്ന ഈ പുഴ അധികാരികളുടെ പിടിപ്പുകേട് മൂലം, അതായത് ഇതിനകത്ത് പുതിയ ഷട്ടർ നിർമ്മിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതിന് ശേഷവും കാലാനുസൃതമായി അതിൻ്റെ വർക്ക് മുന്നോട്ട് പോകാത്തതുകൊണ്ട് ഈ നാടിനകത്തുള്ള മുഴുവൻ ആളുകളും കുടിവെള്ളത്തിനും അതുപോലെ കുളിക്കാൻ ആവശ്യമായ വെള്ളം പോലും ഇല്ലാതെ ഇന്ന് ഈ പുഴ വറ്റി വരേണ്ട അവസ്ഥയിലാണ്. ഏകദേശം ഒരു മാസത്തോളമായി ഇതിൻ്റെ വർക്ക് ആരംഭിച്ചെങ്കിലും ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിച്ചാൽ പോലും ഇതിനകത്ത് വെള്ളം ഈ വർഷം അതിനകത്ത് കെട്ടി നിൽക്കാൻ സാധ്യമല്ല. കാരണം പുഴ വറ്റി വരണ്ടു പോയി. ഇത്തരത്തിലുള്ള ജനങ്ങളെ ആവശ്യപ്രകാരം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ചാഴിയോട് പാലവും VCB കമ്പിളിജുമെല്ലാം വർഷങ്ങളായി നല്ല രൂപത്തിൽ തടയണയിൽ വെള്ളം കെട്ടി നിന്ന ഒരു കാഴ്ച നാം കണ്ടിരുന്നതാണ്. അതിനെല്ലാം ശേഷം ഈ വർഷം വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് ഈ പുഴ വറ്റി വരണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ വളരെ ആദിയുണ്ട്. ഞങ്ങളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് പോലും വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ചാഴിയോട് എന്ന പ്രദേശത്ത് നാം. നേരത്തെ ഉണ്ടായിരുന്ന മരത്തിന്റെ ഷട്ടറുകൾ ദ്രവിച്ചതിനാൽ പുതിയ ഫൈബർ ഷട്ടർ സ്ഥാപിക്കുന്നതിന് 8 ലക്ഷത്തോളം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ വരൾച്ചയെ മുന്നിൽ കണ്ട് ഷട്ടറിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി ജലസംഭരണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഗതി വരില്ലായിരുന്നു. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 5 വർഷം മുമ്പ് VCB ബ്രിഡ്ജ് നിർമ്മിച്ചത്. അതിനുശേഷം കഴിഞ്ഞ വർഷം വരെ ഇവിടെ ജലസമൃദ്ധമായിരുന്നു. ഇപ്പോൾ നാട്ടുകാർ കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടാത്ത അവസ്ഥയിലായി. പുഴയിൽ ചില കുണ്ടുകളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം നിലനിൽക്കുന്നത്. ചെറിയ നീരുറവകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. വെള്ളം ഒഴുകിയെത്താത്തതിനാൽ തടയണയിലെ ഷട്ടറിന്റെ പണി പൂർത്തിയായാലും വെള്ളം സംഭരിക്കാനാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. Real fruit power, real juices from Dabur.